കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ അക്കരെ കച്ചവടക്കാർ അത്ഭുതങ്ങൾ തേടി വിശ്വാസ കച്ചവടക്കാരുടെ പിന്നാലെ പോകുന്ന വിശ്വാസ സമൂഹത്തിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പാണത്. ഹൃദയവിശ്വസിച്ചുള്ളവർ സ്വന്തരാജ്യങ്ങൾ അവകാശികളായി തീരും. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ ക്ഷണിക്കപ്പെട്ടോർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ ക്ഷണിക്കപ്പെട്ടോർ ഭാഗ്യവാന്മാർ. നിന്റെ വഴി നീ തന്നെ തെരഞ്ഞെടുക്കുക. കർത്താവേ സ്തോത്രം 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 ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം. സ്വർഗവാതിൽ കാണുവാനും സ്വർഗവാതിലോളം എത്തുവാൻ അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം. കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് പള്ളികൾ പൂട്ടിച്ച് ഞങ്ങളിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദര, ഒരു നിമിഷം. എന്താണ്? എന്തു വേണം? ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലേ? എനിക്കറിയില്ല, ഞാൻ വെറും കാവൽക്കാരൻ. ഇവൻ ഒരു നടക്ക് പോണ മട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. അപ്പോ ഇതാണല്ലേ നരകത്തിലേക്കുള്ള വഴി? അറിയില്ല. ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന തോന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപം കുട്ടികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോയ കുട്ടികൾ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നറിയുന്നില്ല. കർത്താവേ, നീ അവരോട് കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രയൊന്നും വേണ്ടല്ലോ കർത്താവേ, ഇതിനൊക്കെ നേരത്തെ വിളിച്ചുകൂടെ കർത്താവേ. ഹല്ലേലൂയ. നീ അറിഞ്ഞോ, 1-ാം തീയതി ബാറിന്റെ ബാക്കിലെ ഡോറുകൾ തുറക്കാറുണ്ട്. ഈ പള്ളിയിലെ മാന്യന്മാരെ ഞാൻ അവിടെ കാണാറുണ്ട്. തീപ്പെട്ടുണ്ടോ? പറയൂ സഹോദര. നമുക്ക് ഷെയർ പിടിച്ചാലോ? മദ്യം നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും നശിപ്പിക്കും. കുടുംബ തലമുറി ഇതൊന്നും എനിക്കറിയാം. വേണമെങ്കിൽ 120 രൂപയുടെ സാധനം 90 രൂപ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോട്ടോ, ഇന്ന് കിട്ടൂല. അല്ലയോ മദ്യപാനി, എന്നെ വിട്ടുപോ. പിന്നെ ഇപ്പൊ ഞാൻ എന്നെ പിടിച്ചേക്കുമല്ലേ. നിങ്ങളിങ്ങനെ മദ്യപിക്കുന്നത് തെറ്റല്ലേ സഹോദര? ശരിയും തെറ്റും നോക്കിയിട്ടാണ് മദ്യപിക്കണം. ഒന്ന് പോടെ, വേറെ ആരെങ്കിലും വരുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല മുസ്ലിയാരെ, നിങ്ങൾ ആരെ വിളിക്കുന്നേ? എന്റെ വിവാദത്തിനെ അല്ലാണ്ട് പിന്നെ ആരെ? മോളാ? എന്റെ വിവാദം. ഓ, മരുമോളാ അല്ലേ? അല്ല പറയാ, നമ്മുടെ 5ാമത് നിക്കാഹ് കഴിഞ്ഞ് 2 ദിവസമായി. എന്റെ പുതിയ ബീവിയാണ്. നിങ്ങൾ കണ്ട? ഇതൊക്കെ എങ്ങനെ നടക്കും?
വല്ലപ്പോ ഈ വഴി എങ്ങാനും പോണ കണ്ട. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വലിക്കില്ല, കുടിക്കില്ല, ദൂഷീലകളൊന്നുമില്ല. കർത്താവേ സ്തോത്രം. ഇല്ല, പച്ചക്കള്ളം. നിന്നെ പോലുള്ള വിശ്വാസികളാണ് എന്നെ ചതിച്ചത്. നിങ്ങളെ പോലുള്ള ഒരു വിശ്വസിച്ച് പോയി ഞാൻ. എനിക്കിത് മറക്കാൻ ലഹരി വേണം, ലഹരി വേണം. ഓളെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെന്ത് പ്രേത. വൃത്തികെട്ടവൻ, നാണമില്ലല്ലോ ഇങ്ങനെ സ്ത്രീകളുടെ പിറകെ നടക്കാൻ. സ്ത്രീകളോട് കുറച്ചുകൂടി മര്യാദ കാണിക്കൂ. ഈ കൊമ്പവും പിടിച്ച് വെറുതെ നിൽക്കാനുള്ളതല്ല. ഇവന്റെ ഇളക്കത്തിലൊക്കെ കുത്തുവെച്ചു കൊടുക്കണം. ഹലോ, അണ്ണാ, അണ്ണ അന്വേഷിച്ച ആളെ ഇവിടെ നിന്ന് മുങ്ങിയണ്ണ. എവിടേക്ക്? അവനെ എനിക്ക് വേണം. അവൻ സ്വർഗത്തിലേക്കുള്ള വഴിക്ക് വിട്ടണ്ണ. അവൻ സ്വർഗത്തിലല്ല, നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ അവനെ വിട്ടും. അവനൊരു ഫോട്ടോ വാട്സപ്പ് ചെയ്യേ. അണ്ണാ, അവന്റെ ഫോട്ടോ ഇല്ലണ്ണ. അവൻ 6 അടി പൊക്കമുണ്ടണ്ണ. നല്ല തടിയുണ്ട്, വെളുത്ത നിറവും ക്ലീൻ ഷേവ് അണ്ണ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എടാ എടാ, നീ പറഞ്ഞ കറക്റ്റ് സൈസിലുള്ള ഒരുത്തിനോടുണ്ട്. ഞാൻ അവനോട് വെട്ടി പൊളന്നാലെന്ന് വിചാരിക്കുക. അണ്ണാ, അണ്ണ കേൾക്കുന്നുണ്ടോ അണ്ണ? അവൻ സ്വർഗവാദം കടന്ന് പോയണ്ണ. അവനെ ഞാൻ പിടിച്ചോളാം. അയ്യോ, അച്ഛമനോ അച്ഛമനോ അച്ഛമനോ. ഇതാരാ? നമ്മുടെ മത്തായിയോ? എടാ മത്തായി, നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. അച്ചോ, അങ്ങോട്ട് വരാൻ പറ്റിയ കണ്ടീഷൻ അല്ല അച്ചോ. കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. ഇനി വാ, അല്ലേ നിന്റെ കയ്യിൽ എന്തോ ഇത്? എന്റെ കൈകൾ ശൂന്യമാണ് അച്ചോ, ഒന്നുമില്ല അച്ചോ, നോക്ക്. അത് ശരി, ഇന്നും നീ മദ്യപിച്ചു അല്ലേ? അത് അച്ചോ, വിഷമം കുറഞ്ഞപ്പോ എന്റെ സന്തോഷം ഒരിത്തിരി. ഇവൻ ചെയ്തതെന്തെന്ന് ഇവൻ അറിയുന്നില്ല. കർത്താവേ, ഇവനോട് ക്ഷമിക്കല്ലേ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അത് സർക്കാർ സാധനം അടപ്പ് ലോസായതാ. മാറിക്ക, അങ്ങോട്ട് മാറിക്ക. എന്താ ഇവിടെ ഒരു നാറ്റം? എന്തൊരു നാറ്റം! ഓ, അത് സർക്കാരിന്റെ നാട്ടമാണ്, സർക്കാരിന്റെ നാട്ടം. ശിവ ശിവ, എന്താ നമ്മ കേക്കണേ? സർക്കാരിന് എന്താ ഇങ്ങനെ ഒരു നാറ്റം? എന്റെ തിരുമേനിക്ക് അറിയോ, സർക്കാർ ഈ നാട്ടമുള്ളത് വിറ്റിട്ടും അവിടെ നല്ല തിരക്കാ. എന്നാലും ഇങ്ങനെ ഉണ്ടൊരു നാറ്റം, സഹിക്കാൻ പറ്റണില്ല. തിരുമേനി, ഈ പഹയൻ എന്റെ മൂട്ടില് മദ്യമൊഴിച്ചു. ഹായ് ഹായ്, ആ പഹയനറിയാം അതെവിടെ ഒഴിക്കണെന്ന്. എന്നാലും ഈ ഏഭ്യന്മാർക്കൊപ്പം താങ്കളെ തീരെ പ്രതീക്ഷിച്ചില്ലാട്ടോ. ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ പിന്നെ നാമം അങ്ങോട്ട്. ശിവ ശിവ. മത്തായി, നീ എന്റെ കൂടെ തന്നെ വരണം. എന്റെ കൂടെ വന്നേ പറ്റൂ. അയാളുടെ കൂടെ പോയാൽ നീ നരകത്തിൽ ചെന്ന് വെന്ത് നീറി മരിക്കും. നരകത്തിലെങ്കിൽ നരകത്തിൽ. നീ എന്റെ കൂടെ തന്നെ വരണം. അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ. പറയൂ, നീ ചെയ്ത പാപങ്ങൾ നീ ഏറ്റു പറഞ്ഞോളൂ. അച്ചോ, ഇന്നലെ എന്റെ ഭാര്യയോട് ഞാൻ ഐ ലവ് യു പറഞ്ഞച്ചോ.
അപ്പൊ ഈ നോയമ്പ് കാലത്തും നുണ പറഞ്ഞ് നീ പാപം ചെയ്തു അല്ലേ? അതെല്ലാം ശരിയാക്കാം, നീ ഇങ്ങ് വാ. അയ്യോ ഞാൻ വരാച്ചോ. ഒരാളെങ്കിൽ ഒരാള് അവനെങ്ങനെ നഷ്ടപ്പെടട്ടെ. സ്വർഗവാതിൽ അടയ്ക്കുവാൻ സമയമായി. പുരോഹിതന്മാർ ഒരിക്കലും സ്വർഗത്തിലെത്തില്ല. ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോകണ്ട. അയ്യോ അയ്യോ, കുപ്പിയിലിരിക്കുമ്പോൾ നിന്റെ ശാന്തതയും വയറ്റിൽ ചെല്ലുമ്പോൾ നിന്റെ പരാക്രമവും എത്ര ഭയങ്കരമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.